ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നൈറ്റിന് അടിപൊളി ഒരു ഡെസേർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് സേമിയ വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലോണം കൈകൊണ്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് കൈകൊണ്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. അതേമാതിരി 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതും ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ചതാട്ടോ പഞ്ചസാര. ഒരു കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. ഇനി അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഇതാ 1/2 സ്പൂണ് ബട്ടർ, സാൾട്ടഡ് ആട്ടോ ബട്ടർ. സാൾട്ടഡ് എടുത്താൽ നമുക്ക് പിന്നെ ഉപ്പ് ആഡ് ചെയ്യണ്ട. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു മെൽറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ മെൽറ്റ് ചെയ്തിട്ടോ. ഇനി അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് 6 മിനിറ്റിൻ്റെ അടുത്ത് നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇത്രയും മതിട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ബൗളിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഏത് ട്രേയിലാണ് നമുക്ക് പുഡിങ് സെറ്റാക്കാവുന്ന ആ ട്രേ എടുത്തിട്ട്, ഇവിടെ ഞാനൊരു ഗ്ലാസിൻ്റെ ട്രേ ഇട്ടെടുത്ത് അതിലേക്ക് നമുക്ക് ഈ സേമിയത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇട്ട് കൊടുക്കരുത്, പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, പകുതി ഇട്ടെടുത്തിട്ട് ഇതിനെ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കാനാണ് ബാക്കി. ഇപ്പോൾ ഇതാ പകുതി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടോ. ഇനി നമ്മൾ ആ പാനിൽ തന്നെ ഒരു പാക്കറ്റ് 500 ml പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണിൽ പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കുക. മധുരങ്ങൾ കുറക്കണോ കൂട്ടണമൊക്കെ നിങ്ങളെ ഇതിന് ചെയ്യുക കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. അത് ജസ്റ്റ് ഇളക്കിയിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ 2.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതാ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നമുക്കൊന്നത് കുറുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലങ്ങനെ കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം കൂട്ടി ചെയ്യരുത്, കുറച്ചിട്ട്. അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിനപ്പുറം കുറുകരുത്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ച സേമിയത്തിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു പുഡിങ് ഇഷ്ടമാവും. മൊത്തത്തിൽ തന്നെ നമ്മൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ പകുതി മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ, അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന സേമിയ ഡെക്കറേഷനൊക്കെ നിങ്ങളനുസരിച്ച് എങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പം അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാലട്ടോ ഇത് എടുക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സേമിയയും പിന്നെ കസ്റ്റാർഡിൻ്റെ ഇതും കൂടി മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ഞാനെന്നും എപ്പോഴും പറയുന്ന കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്.